ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത്, അതോടൊപ്പം തന്നെ നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവലും കൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാനർ ഓഫ് സെലക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. സെക്ഷൻ 150 ആണ് മാനർ ഓഫ് സെലക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഡാറ്റാ ബാങ്കിൽ നിന്നാണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഡാറ്റ ബാങ്കിൽ നിന്നാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ അവരെ അറിയിച്ചതിന്, അവർ നോട്ടിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ അതിന് സന്നദ്ധരായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, അവരുടെ പേര്, അഡ്രസ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റാ ബാങ്കിൽ നിന്നാണ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഡാറ്റാ ബാങ്ക്, ഇങ്ങനെ എന്താ പറയുക, എലിജിബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കാൻ വില്ലിങ് ആയിട്ടുള്ള വ്യക്തികളുടെ ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്യുന്നതിന്, അത് ക്രിയേറ്റ് ചെയ്യുന്നതിലും അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബോഡികളും അതുപോലെ തന്നെ അസോസിയേഷൻസൊക്കെ അവരുടെ എന്താ പറയുക, അവരുടെ വെബിലെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ അവർ ഈ ഡാറ്റാ ബാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് കമ്പനിക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അത് അപ്രൂവ് ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 152 പറയുന്നതനുസരിച്ച് ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ പൊതുയോഗം വിളിച്ചിട്ട് അതിലെ അപ്രൂവൽ നേടിയ ശേഷം, അതിലെ അപ്രൂവലോടുകൂടെ, ജനറൽ മീറ്റിങ്ങിൻ്റെ അപ്രൂവലോടുകൂടെ വേണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ നോട്ടീസ് ആർക്ക് നൽകണം? ഷെയർ ഹോൾഡേഴ്സിനെ നൽകേണ്ടതാണ്. ആ നോട്ടീസിനോടൊപ്പം ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടെ അതിനോടൊപ്പം വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് നൽകേണ്ട ആ അപ്പോയിൻറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ, അവരെ, ആ കാൻഡിഡേച്ചർ, അവരെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജസ്റ്റിഫിക്കേഷൻസ് ആണ് ഏതിൽ വേണ്ടത്? ഈ ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആൻഡ് മാനർ, അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 149 സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടായിരിക്കണം ഇവരെ അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അത് എങ്ങനെ വേണം, അവരുടെ സെലക്ഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മാനർ ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഇലക്റ്റഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ചെറുകിട ഷെയർ ഹോൾഡേഴ്സ് മീൻസ് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് നോട്ട് മോർ ദാൻ 20,000 rupees ഓർ സച്ച് അതർ സം പ്രിസ്ക്രൈബ്ഡ്. അതായത് നമ്മൾ പറയില്ലേ, നാമമാത്ര മൂല്യമുള്ള 20,000 rupees കൂടാത്ത
അല്ലെങ്കിൽ അവരെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് സമ്മ് അതിൽ കൂടാത്ത ഷെയർ കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസിലെ അവരുടെ ഡയറക്ടർ ബോർഡിലേക്കുള്ള ഒരു ഡയറക്ടറെ ആർക്ക് തിരഞ്ഞെടുക്കാം, ആർക്ക് എലക്ട് ചെയ്യാം, സ്മോൾ ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ആർട്ടിക്കിൾസിലെ അവരെ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് സ്മോൾ ഷെയർ ഹോൾഡേഴ്സിനെ ഈ ഒരു ഡയറക്ടറെ ഇലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിലൊരു മാനർ ഓഫ് സെലക്ഷനിൽ നമുക്ക് വരുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് അപ്പോയിൻമെൻറ്റ് ആദ്യം നോക്കാം. അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് നോക്കാം, അതിനുശേഷം റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബ്രെയിൻ ആണ്. അവർക്ക് കമ്പനിയുടെ സ്ട്രക്ചറിൽ വെരി ഇമ്പോർട്ടൻ്റ് പൊസിഷനാണ് ആർക്ക് വരുന്നത്, ഒരു ഡയറക്ടർക്ക് വരുന്നത്. പിന്നെ ഇൻഡിവിജ്വൽസിനെ മാത്രമേ ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ലീഗലി നമുക്ക് ഫേമിനെയോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനെയോ ഒരു കമ്പനിയെയോ ഒന്നും തന്നെ ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസിനെ മാത്രമേ ഡയറക്ടറായിട്ട് നിയമിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 164 കീഴിൽ ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും കമ്പനിയിലെ ഡയറക്ടർ ആകാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 164 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പം അതിന് കീഴിൽ ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും കമ്പനിയുടെ ഡയറക്ടർ ആവാകുന്നതാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടറായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഡയറക്ടേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്ന് ബൈ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനിയാണ്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ രണ്ട് രീതിയിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ പിന്നെ വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സ് ആണ്. സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്ന് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഓർ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ ബൈ തേർഡ് പാർട്ടീസ്, ദെൻ ബൈ ദ പ്രിൻസിപ്പൽ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ദെൻ ബൈ ദ ട്രിബ്യൂണൽ. അപ്പം ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം, അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സാധാരണ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടല്ലോ കമ്പനിയുടെ, അതിലെ പേര് നൽകിയിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അതിലെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും നോർമൽ കേസിലെ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ ജനറലി അത് നോമിനേറ്റ് ചെയ്യുന്നത് കമ്പനി പ്രൊമോട്ടേഴ്സ് ആണ്. ദെൻ ദെയർ നെയിം ആർ മെൻഷൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി സെക്കൻഡ് വൺ വരുന്നത് അപ്പോയിൻമെൻറ്റ് ബൈ ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതായത് ആർട്ടിക്കിൾസിലെ ഫസ്റ്റ് ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് സൈലൻ്റ് ആണ് ആർട്ടിക്കിൾ എങ്കിൽ, അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഫസ്റ്റ് ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊവിഷനും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടല്ലോ, അതായത് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള സിഗ്നേറ്ററീസിനെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി അണ്ടിൽ ദ ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ കൃത്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് വരെ, അപ്പോൾ ഡയറക്ടേഴ്സിനെ കൃത്യമായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് വരെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് ആരായിരിക്കും ഇരിക്കുന്നത്? ഈ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആയിരിക്കും. ദെൻ ഇനി ഒരു 1% കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ മെമ്പറായിട്ടുള്ള ഇൻഡിവിജ്വൽ അദ്ദേഹമാണ് ഫസ്റ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 152 പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് മെമ്പേഴ്സിനെ 1% കമ്പനിയിലെ മെമ്പേഴ്സിനെ ഡയറക്ടർ ഓർ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓഫ് 1% കമ്പനിയിലെ എങ്ങനെയാണ്? അപ്പോൾ ആ മെമ്പർ തന്നെയായിരിക്കും ഫസ്റ്റ് ഡയറക്ടറായിരിക്കുന്നത്. ഏതുവരെ? സെക്ഷൻ 152 പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് മെമ്പേഴ്സിനെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ ആരായിരിക്കും ഫസ്റ്റ് ഡയറക്ടറായിട്ട് വരുന്നത്? ആ 1% കമ്പനിയിലെ ആ മെമ്പർ തന്നെയായിരിക്കും ഫസ്റ്റ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏത് വരുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് നോക്കാം. അതിന് തന്നെയാണ് നമ്മൾ എന്തു പറയുന്നത്? ബൈ അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ജനറൽ മീറ്റിങ്ങിലെ ഷെയർ ഹോൾഡേഴ്സാണ് സാധാരണ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുൻപ് ദ മെമ്പേഴ്സ് മസ്റ്റ് ബി ഇൻഫോംഡ് ഐദർ ഇമെയിൽ ഓർ ത്രൂ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ അറ്റ്ലീസ്റ്റ് 7 days ബിഫോർ ദ മീറ്റിംഗ് about the candidature of the person as a new director. അപ്പോൾ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ അറിയിക്കണം? ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം ഇങ്ങനെ ഒരു ജനറൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്നും ദെൻ ന്യൂ ഡയറക്ടറായിട്ട് ഇന്ന പേഴ്സണാണ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ ചുരുങ്ങിയത് 7 ദിവസം മുൻപെങ്കിലും പോസ്റ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെയോ ഇമെയിൽ മുഖാന്തരമോ ആരെ അറിയിച്ചിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം ഈ പുതിയ ഡയറക്ടറായിട്ട് വരുന്ന ആളുടെ ആ ഒരു കാൻഡിഡേച്ചർ എന്താണെന്നുള്ളത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതിന് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കമ്പൽസറിയാണ്. നമ്മൾ DIN നമ്പർ എന്ന് പറയും. സെക്ഷൻ 152 പ്രകാരം ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്തിട്ടുള്ള അത് ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആകാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഒരു ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അവർക്ക് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ദെൻ ആ ആപ്ലിക്കേഷൻ ലഭിച്ച് 1 മാസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ DIN നമ്പർ ആർക്ക് നൽകുന്നതാണ്? ആ വ്യക്തികൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എന്തായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ? ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കമ്പനിയിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കമ്പൽസറിയാണ്. ദെൻ നമ്മളിപ്പോൾ കമ്പനിയിലെ ഇപ്പോൾ എവറി പേഴ്സൺ പ്രൊപ്പോസ്ഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഓർ അതർവൈസ് ഷാൽ ഫേർണിഷ് ദയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഇങ്ങനെ ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കമ്പനിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ DIN അവരെ ഫർണിഷ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ കൂടെ അവരെ നൽകിയിരിക്കണം.
എന്താണ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്? ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ടു ബിക്കം എ ഡയറക്ടർ അണ്ടർ ദിസ് ആക്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ഡയറക്ടറായിരിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അയോഗ്യതയും ഇല്ലെന്ന് ഡിക്ലറേഷൻ, ആ ഒരു ഡിക്ലറേഷൻ കൂടെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അവർ നൽകിയിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ജനറൽ മീറ്റിങ്ങിലൂടെ ആണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും ആരെ ഫേർണിഷ് ചെയ്തിരിക്കണം? പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ഫേർണിഷ് ചെയ്തിരിക്കണം. ഒന്ന് അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ദെൻ ഡിക്ലറേഷൻ, രണ്ടും ഉണ്ടാകണം. പിന്നെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് നൽകുന്നതിന് മുൻപ്, ഓൺ ഓർ ബിഫോർ ദ അപ്പോയിൻമെൻറ്റ്, അതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ്, അല്ലേ, ഈ ഡയറക്ടറായി ഇരിക്കാൻ അദ്ദേഹത്തിന് സമ്മതമാണ് എന്നുള്ള ആ കൺസെൻറ്റ് അവരെ DIR-2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമുണ്ട്. അപ്പോൾ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അവരവരുടെ കൺസെൻറ്റ് അറിയിച്ചിരിക്കണം. അപ്പോൾ ഈ കൺസെൻറ്റ് കൊടുക്കുന്നത് അപ്പോയിൻമെൻറ്റിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് അവരെ ഈ ഒരു കൺസെൻറ്റ് അവരെ കൊടുക്കണം. അവരുടെ ആ ഒരു ഡയറക്ടർ എന്നുള്ള അല്ലെങ്കിൽ ആ ഓഫീസ് ഓഫ് ഡയറക്ടർ അത് ഹോൾഡ് ചെയ്യാനുള്ള കൺസെൻറ്റ് അവരെ നൽകിയിരിക്കണം. അപ്പോൾ ഈ പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് നൽകുന്ന ആ ഒരു കൺസെൻറ്റ് ഉണ്ടല്ലോ, അത് കമ്പനി എന്ത് ചെയ്യണം? രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്യണം വിത്തിൻ 30 days ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ കൺസെൻറ്റ്, ഡയറക്ടർ നൽകിയിട്ടുള്ള ഈ ഒരു കൺസെൻറ്റ്, ആ സ്ഥാനത്തിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സമ്മതം എവിടെ അറിയിച്ചിരിക്കണം? രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്തിരിക്കണം വിത്ത് ദ നെസസറി ഫീസ്. ചുമ്മാ ഫയൽ ചെയ്താൽ പോരാ, അതിന് വേണ്ട ഫീസും കൊടുക്കണം. ദെൻ ഇങ്ങനെ രജിസ്ട്രാർക്ക് കൺസെൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ഡയറക്ടർക്ക് അയാളുടെ ഓഫീസ് ചാർജ് ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്ത ഉടനെ അങ്ങോട്ട് കയറി ചാർജ് എടുത്തോ ഓഫീസ് ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം ഒന്ന് കമ്പനിക്ക് കൺസെൻറ്റ് നൽകണം, ദെൻ കമ്പനിക്ക് കൺസെൻറ്റ് ലഭിച്ചതിന് ശേഷം ആ കൺസെൻറ്റ് രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്യുകയും വേണം. അപ്പോൾ രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ആ ഒരു ഓഫീസിൻ്റെ ചാർജ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് മോഷൻ മൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ കമ്പനി ഇതിലെ മോഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അല്ലേ, ഒരുപാട് മാറ്റേഴ്സ് അവിടെ ഡിസ്കഷനായിട്ട് വരും. അപ്പോൾ ഒരു ജനറൽ മീറ്റിങ്ങിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്ന ആ മാറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രപ്പോസൽ മെയ്ഡ് ബൈ എ കമ്പനി, അതാണ് മോഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർക്കുമ്പോൾ ഇവരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു മാറ്റർ അവിടെ വെക്കണം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ മാറ്റേഴ്സ് ഓഫ് ഡിസ്കഷൻ അവരെ വെക്കുന്നത് ഒരു പ്രപ്പോസലായിട്ടാണ് അവരെ വെക്കുക. അപ്പോൾ ആ ഒരു പ്രപ്പോസലിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് മോഷൻസ് ആണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ മോഷൻ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഡയറക്ടറെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോമിനേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും മോഷൻ മൂവ് ചെയ്യാറുണ്ട്. ഈ രണ്ട് മോഷൻസും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് മോഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആയിട്ടാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റിനുള്ള അപ്രൂവലിന് വേണ്ടിയിട്ടും അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് നോമിനേഷൻ ചെയ്യുന്നതിനും നമ്മൾ സെപ്പറേറ്റ് മോഷനാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ ഏത് രീതിയിൽ നമ്മളത് കൊടുക്കുകയാണെങ്കിലും അത് നമ്മൾ മോഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക.
അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സിലെ ഇതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദ ബോർഡാണ്. അപ്പോൾ ഡയറക്ടർ ബോർഡിനെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവർക്ക് 3 രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, പിന്നെ ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം, പിന്നെ കാഷ്വൽ വേക്കൻസി വരുന്നുണ്ട്, പിന്നെ തേർഡ് പാർട്ടീനെ ചെയ്യാം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനായിട്ട് അപ്പോയിൻമെൻറ്റ് വരാം, ട്രിബ്യൂണൽ വഴിയും വരാം. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദ ബോർഡ് 3 ടൈംസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദ ബോർഡാണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ 3 രീതിയിലാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഒന്ന് അഡീഷണൽ ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ഒന്ന് ഓൾട്ടർനേറ്റീവ് ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ഒന്ന് അപ്പോയിൻമെൻറ്റ് ഇൻ കാഷ്വൽ വേക്കൻസീസ്. ഇങ്ങനെ 3 രീതിയിലാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ആദ്യം നമുക്ക് അഡീഷണൽ ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ് നോക്കാം. സെക്ഷൻ 161(1)ലാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 161 സബ്സെക്ഷൻ 1ലാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിനെ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എങ്ങനെ? കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത് നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഡയറക്ടർ ബോർഡിനെ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ മീറ്റിങ്ങിലെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലെ പരാജയപ്പെട്ട ആളുകളുണ്ടായിരിക്കില്ല, അവർക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് നൽകാനായിട്ട് സാധിക്കില്ല. അപ്പം ഇങ്ങനെ ഡയറക്ടർ ബോർഡ് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അവരെ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഒന്ന്, എങ്ങനെയായിരിക്കണം? എനി പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ ഹു ഫെയിൽ ടു ഗെറ്റ് അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഇൻ എ ജനറൽ മീറ്റിംഗ്, അല്ലേ? അപ്പോൾ ജനറൽ മീറ്റിങ്ങിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തികൾ ഒഴികെ ബാക്കി ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് നൽകാവുന്നതാണ്. ദെൻ അവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് the date of the next annual general meeting or the last date on which the annual general meeting should have been held, whichever is earlier. അതായത് അടുത്ത ജനറൽ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് വരെ അല്ലെങ്കിൽ ആനുവൽ മീറ്റിംഗ് നടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ ടേം ഓഫ് ഓഫീസ് അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൾട്ടർനേറ്റീവ് ഡയറക്ടറാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് സെക്ഷൻ 161(2)ലാണ് ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അവിടെയും ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിൽ റെസല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഡയറക്ടർ ബോർഡിനെ എന്തായിട്ട് വെക്കാം, ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ പ്ലേസ് ഓഫ് എ ഡയറക്ടർ ഡ്യൂറിങ് ഹിസ് ആബ്സെൻസ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months ഫ്രം ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ഡയറക്ടർ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കൊക്കെ അദ്ദേഹം പോവുകയാണ്, ദെൻ 3 months കുറയാത്ത പീരീഡിലേക്ക് അദ്ദേഹം ആബ്സെൻ്റ് കമ്പനിയിൽ വരികയാണെങ്കിലാണ് അവിടെ പകരം ആളേനെ
അവർക്ക് ഡയറക്ടറായിട്ട് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ പേഴ്സൺ ഓഫ് എൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഫോർ എ ഡയറക്ടർ ഡ്യൂറിങ് ഹിസ് ആബ്സെൻസ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months ഫ്രം ഇന്ത്യ. അപ്പോൾ ചുരുങ്ങിയത് 3 മാസമെങ്കിലും അദ്ദേഹം അവിടെ ആബ്സെൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പിന്നെ പറയുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സ്ഥാനത്തേക്കാണെങ്കിൽ, ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് പകരമായിട്ടാണ് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ക്രൈറ്റീരിയാസും ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിനെ ആ ഒരു സ്ഥാനത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഓൾട്ടർനേറ്റ് ഡയറക്ടറുടെ കാലാവധി എന്ന് പറയുന്നത് ഒറിജിനൽ ആരുടെ സ്ഥാനത്തേക്കാണോ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടേം ഓഫ് ഓഫീസ് അത് തന്നെ ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ഡയറക്ടറുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഇനി ഒറിജിനൽ ഡയറക്ടർ ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യണം? ആ സ്ഥാനത്ത് നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒറിജിനൽ ഡയറക്ടർ, അതായത് ആക്ച്വലി ഡയറക്ടർ ഇന്ത്യയിൽ 3 മാസക്കാലമായിട്ട് ഇല്ലെങ്കിലാണ് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇദ്ദേഹം ഒറിജിനൽ ഡയറക്ടർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ആ സ്ഥാനം വെക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഇത്രയാണ് നമുക്കിതിൽ പറയുന്നത്. ഒറിജിനൽ ഡയറക്ടറുടെ ആബ്സെൻസിൽ അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് ആര് തന്നെ അപ്ലൈ ചെയ്യണം? ഒറിജിനൽ ഡയറക്ടർ തന്നെ അപ്ലൈ ചെയ്യണം, അല്ലാതെ ഓൾട്ടർനേറ്റീവ് ഡയറക്ടർക്ക് അപ്ലൈ ചെയ്യാനൊന്നായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മളൊരു ഡയറക്ടറെ ഓൾട്ടർനേറ്റീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർക്ക് പകരക്കാരനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ആവാനായിട്ടും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾസിലെ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കനുസൃതമായിട്ട്, ഇനി ആർട്ടിക്കിൾസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ജനറൽ മീറ്റിങ്ങിൽ പ്രത്യേക റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കിക്കൊണ്ട് ആർട്ടിക്കിൾസിൻ്റെ ആ ഒരു കണ്ടീഷൻസ്, അതിലെ വ്യവസ്ഥകൾക്കനുസൃതമായി നിന്നുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറിനെ ആർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം? കമ്പനി ബോർഡിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഡയറക്ടേഴ്സ് ഇൻ എ കാഷ്വൽ വേക്കൻസിയാണ്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ജനറൽ മീറ്റിങ്ങിലെ കമ്പനി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് അപ്പോൾ അവരുടെ അവരുടെ ആ കാലാവധി തീരുന്നതിന് മുൻപ് അവിടെ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ആ ഡയറക്ടേഴ്സ് ആ പൊസിഷൻ അവരെ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ റിസൾട്ടിങ് വേക്കൻസിനെയാണ് നമ്മൾ കാഷ്വൽ വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡയറക്ടറിനെ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോർമൽ കോഴ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേം ഓഫ് ഓഫീസ് എക്സ്പയർ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ആ സ്ഥാനം വെക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ സാധാരണ കേസിൽ ഇങ്ങനെ വേക്കൻസി വരുന്നത് ഒന്നുകിൽ ഡയറക്ടർ മരിച്ചു പോകണം, അല്ലെങ്കിൽ അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കണം. അപ്പോൾ ഈ 2 രീതിയിലാണ് അങ്ങനെ വേക്കൻസി വരിക. അപ്പോൾ അങ്ങനെ വരുന്ന വേക്കൻസിനെയാണ് നമ്മൾ കാഷ്വൽ വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാഷ്വൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിലെ റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ഡയറക്ടർ ബോർഡിനെ ആ വേക്കൻസി ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ബോർഡ് മീറ്റിംഗ്, പിന്നെ വീണ്ടും ഒരു ജനറൽ മീറ്റിംഗ് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് ഡയറക്ടർ ബോർഡിന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യാം. പക്ഷേ നമ്മളങ്ങനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു വേക്കൻസി ആ ജനറൽ മീറ്റിംഗ് വരെയാണ് അവരുടെ ടേം ഓഫ് ഓഫീസ്
വരുന്നത്. ഇങ്ങനെയാണ് ഏത് വരുന്നത്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദ ബോർഡ് വരുന്നത്. ഒന്ന് അഡീഷണൽ ഡയറക്ടർ, ദെൻ ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ, ദെൻ ഡയറക്ടേഴ്സ് ഇൻ എ കാഷ്വൽ വേക്കൻസി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ തേർഡ് പാർട്ടീസ് ആണ്, ഓർ നോമിനി ഡയറക്ടേഴ്സ്. അതായത് ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് പാർട്ടി നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ ഇവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെ പറയുന്നത് സെക്ഷൻ 161(3) പ്രകാരമാണ്. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയുന്നതിനനുസരിച്ച് ബോർഡ് മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ ഡയറക്ടർ nominated by any institution in pursuance of the provisions of any law for the time being in force. അതായത് ആ ഒരു കാലാകാലങ്ങളിൽ അവിടെ നിലവിലുള്ള നിയമം അനുസരിച്ച് നിലവിലുള്ള നിയമം അല്ലേ, നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, അതിനുള്ള പവർ ആർക്കുണ്ട്, ഡയറക്ടർ ബോർഡിന് ഉണ്ട്. അതുപോലെ തന്നെ എനി അഗ്രിമെൻറ്റ് ഓർ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ് ഷെയർ ഹോൾഡിംഗ് ഇൻ എ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെയൊക്കെ ലേക്കോ ഇപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനിയിലെ എന്താ പറയുക ഓഹരി അല്ലെ ഷെയർ ഹോൾഡിംഗ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെയും ആർക്ക് അപ്പോയിൻ്റ് ചെയ്യാം, ബോർഡിനെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടി നോമിനേറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയും ഡയറക്ടറായിട്ട് ബോർഡിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിങ്ങനെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറായിട്ട് ഒരു വ്യക്തിനെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്, പിന്നെ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനിയിലെ ഓഹരി ഉടമ എന്നുള്ള അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലോ അവരെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ അപ്പോയിൻ്റ് ചെയ്യാനും അപ്പോയിൻ്റ് ചെയ്യാനും അവരെ ചെയ്യണം, ബോർഡ് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ പറയുന്നത് സെക്ഷൻ 163 ആണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ കേസിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സിമ്പിൾ മെജോറിറ്റിയും ചേർന്നാണ് അത് നോക്കിയിട്ടാണ് ഡയറക്ടേഴ്സിനെ കമ്പനി അപ്പോയിൻ്റ് ചെയ്യുന്നത് മീറ്റിങ്ങിൽ. അതുപോലെ തന്നെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഒരു സിംഗിൾ ഡയറക്ടറെ ബോർഡിലേക്ക് കണ്ടെത്താവുന്നതാണ്. അതിന് പുറമെ സെക്ഷൻ 63 ഓഫ് ദ ആക്ട് പ്രൊവൈഡ് എ ഓപ്ഷൻ ടു കമ്പനീസ് ടു അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സ് ബൈ വേ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഏത് നൽകുന്നുണ്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 63 നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 2/3 കുറയാത്ത ഡയറക്ടേഴ്സിനെ ഇങ്ങനെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. അത് ഒന്നുകിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് മുഖാന്തരമോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് വോട്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഇങ്ങനെ 2/3 കുറയാത്ത ഡയറക്ടേഴ്സിനെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ദാൻ ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് 3 വർഷത്തിലൊരിക്കലായിട്ടാണ് വരുന്നത്. പിന്നെ കാഷ്വൽ വേക്കൻസീസ് ഓഫ് ഡയറക്ടേഴ്സും ഇതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അവരുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നുമില്ലെങ്കിൽ എങ്ങനെയാ വെച്ചെങ്കിൽ 2/3 അതായത് മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 2/3 ഭാഗം റൊട്ടേഷൻ അനുസരിച്ചിട്ട് അവർ ഓരോ 3 വർഷം കണ്ട് അവരുടെ കാലാവധി വരുന്നത്. അപ്പോൾ അതിങ്ങനെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് അവരെ റിട്ടയർ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അവർക്ക് റീഅപ്പോയിൻമെൻറ്റിന് അവർ എലിജിബിൾ ആണ്. അങ്ങനെ വേണമെങ്കിൽ റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാം. പക്ഷേ അവരിങ്ങനെ 2/3 റൊട്ടേഷനിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, റിട്ടയറായി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലൂടെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വേക്കൻസി അവർക്ക് ഇതിലൂടെ ഫില്ല് ചെയ്ത് പോകാൻ ആർക്ക് സാധിക്കും, ഡയറക്ടർ ബോർഡിനെ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ബൈ ട്രിബ്യൂണലാണ്. അപ്പോയിൻമെൻറ്റ് ബൈ ട്രിബ്യൂണൽ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 242 ആണ്. അപ്പോൾ സെക്ഷൻ 242 പറയുന്നത് ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോടതി മുഖാന്തരം ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴായിരിക്കും കോടതി മുഖാന്തരം ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണൽ മുഖാന്തരം അല്ലേ, ഒരു കോർട്ട് ഓർ ട്രിബ്യൂണൽ മുഖാന്തരം എങ്ങനെയായിരിക്കും അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, എങ്ങനെ, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അത് പൊതു താൽപ്പര്യത്തിന് പ്രിജുഡീസ് ആയിട്ടുള്ള രീതിയിൽ, അതായത് പൊതു താൽപ്പര്യത്തിന് മുൻവിധിയോടെയുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുണ്ടല്ലോ അദ്ദേഹത്തിനോ മറ്റേതെങ്കിലും മെമ്പർക്കോ മെമ്പേഴ്സിനോ എതിർപ്പുള്ള രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക മുൻവിധിയോടുകൂടെയോ, അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് നടക്കുന്നത് അതിലെ ട്രേഡ്, ഇൻഡസ്ട്രി, ബിസിനസ് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെ സീരിയസ് ഡാമേജസ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ട്രേഡും, അതായത് കച്ചവടം, വ്യവസായം, ബിസിനസ്, ഇതിൻ്റെയൊക്കെ ആ താല്പര്യങ്ങൾക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള രീതിയിലാണ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് കമ്പനിയിലെ മെമ്പേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ ഡീഫ്രോഡ് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു മെമ്പർ കംപ്ലൈൻസ് നൽകുകയാണെങ്കിൽ the tribunal may appoint such number of person as directors. അപ്പോൾ അവിടെ ആരെ ഇടപെടും, ട്രിബ്യൂണൽ ഇടപെട്ടിട്ട് അവിടെ ഡയറക്ടേഴ്സിനെ മാറ്റി അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ട്രിബ്യൂണലാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ അവർ റിപ്പോർട്ട് കൊടുക്കും. ദെൻ ഡയറക്റ്റ് ഇടപെട്ട് ഡയറക്ടേഴ്സിനെ ആരെ മാറ്റും, ട്രിബ്യൂണലെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൊതു താല്പര്യത്തിന് എതിരായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അതിന് മുൻവിധിയോടുകൂടെ ആയിട്ടാണ് എന്നൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഒപ്പീനിയൻ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഇറ്റ് മേ അപ്ലൈ ടു ദ ട്രിബ്യൂണൽ ഫോർ ദ എഫോർ ഹെഡ് ഫങ്ഷൻസ്. അപ്പോൾ മുകളിൽ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതിനെ അവരെ കേസ് ഫയൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രിബ്യൂണലും ആരെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, കമ്പനിയിലെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഒന്ന് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഉള്ളത് ആളായിരിക്കും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ സൈലൻ്റ് ആണെങ്കിൽ ഏതെടുക്കും, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടാണ് കൃത്യമായിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സ് ആണ്. അത് കമ്പനിയിലെ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്ടർ ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ബോർഡ് അപ്പോയിൻമെൻറ്റ് വരുന്നത് അഡീഷണൽ ഡയറക്ടർ, ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ആൻഡ് ഡയറക്ടർ ഇൻ എ കാഷ്വൽ വേക്കൻസിയാണ്. പിന്നെ വരുന്നത് ബൈ തേർഡ് പാർട്ടീസ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ദെൻ ബൈ ദ ട്രിബ്യൂണൽ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിലെ DIN എന്താണെന്നൊക്കെ 2 മാർക്സിന് ചോദിക്കാം കേട്ടോ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ DIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്രയേ ഉള്ളൂ. എ പേഴ്സൺ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓൺലി ഇഫ് ഹി ഹാസ് ബീൻ അലോട്ടഡ് ദ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലേ. DIN നമ്പറുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് DIN അലോട്ട് ചെയ്യുന്നത്. സാധാരണ അവരെ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നതാണ്. ഇനി എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരെ വിത്തിൻ 1 month ഓഫ് ദ റെസിപ്റ്റ് ഓഫ് DIN ഇൻറ്റിമേറ്റ് ദ നമ്പർ ടു ദ കമ്പനി ഓർ കമ്പനീസ് വേർ ഇൻ ഹീസ് എ ഡയറക്ടർ. അപ്പോൾ നിലവിലുള്ള ഡയറക്ടർ ആണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഈ DIN നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ആ നമ്പർ കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനീസിനോ അദ്ദേഹം ഏത് കമ്പനിയിലാണോ അല്ലെങ്കിൽ കമ്പനികളിലാണോ ഡയറക്ടറായിരിക്കുന്നത് അവിടെ നൽകേണ്ടതാണ്. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ഒരു കമ്പനിയിൽ മാത്രമല്ല ഒന്നിലധികം കമ്പനികളിൽ എന്തായിരിക്കാം, ഡയറക്ടറായി ഇരിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ കൊടുക്കണം. ദെൻ കമ്പനിക്ക് ഈ ഒരു DIN നമ്പറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് കൊടുക്കണം, രജിസ്ട്രാറുടെ അവിടെ അവരത് സബ്മിറ്റ് ചെയ്യണം. അത് ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിലെ പ്രിസ്ക്രൈബ്ഡ് മാനറിലെ അവരെ ഈ ഒരു ഡയറക്ടേഴ്സ് നൽകിയിട്ടുള്ള ആ DIN നമ്പർ 15 ദിവസത്തിനുള്ളിൽ ആർക്ക് കൊടുക്കണം, രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കമ്പനി ഈ DIN നമ്പർ രജിസ്ട്രാറുടെ അവിടെ ഫയൽ ചെയ്യുന്നതിൽ അവരെ പരാജയപ്പെടുകയാണെങ്കിൽ 25 rupees വരെ അവർക്ക് പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഈ 25,000 എന്നുള്ളത് എത്രയും വരെ ആവാം, 1 lakh rupees വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാവുന്നതാണ്. പിന്നെ ഏത് ഓഫീസേഴ്സ് ആണോ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ ഡിഫോൾട്ട് വരുത്തുന്നത് അവർക്കും ഈ മുകളിൽ പറഞ്ഞ ആ ഒരു പിഴശിക്ഷ ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ടും അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടത്. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അത്രയും ചോദിക്കുന്ന. അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിൻ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടില്ല, പല ഇതിലാണ് കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ പോയിൻ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ അതിൽ ഒന്ന് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടറും പിന്നെ സബ്സീക്വൻ്റ് ഡയറക്ടേഴ്സും ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.